അന്ന് ഈ കോളേജിനൊക്കെ വേണ്ടിയിട്ട് മാർക്കറ്റ് ചെയ്യുന്നൊക്കെ ഒരു സമയത്ത് ഫീസ് കൊടുക്കാനൊന്നും പറ്റാത്ത നിൽക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു മൂവി പ്രൊഡ്യൂസറൊക്കെ ആവുമെന്ന് എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇല്ല, അന്ന് സ്വപ്നത്തിലൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ പിന്നെ നമ്മൾ ഓരോ കോളേജ് അഡ്മിഷൻ ഒക്കെ ചെയ്തു വരുമ്പോൾ നമുക്കൊരു ആഗ്രഹങ്ങൾ പിന്നെ അങ്ങനെ കയറി വരുന്നുള്ളൂ. നമ്മൾ ബിസിനസ്സുകാരനാവും തന്നെ ആഗ്രഹിച്ചിട്ടില്ല. നമ്മൾ ഒരു കാറ് വാങ്ങിക്കാൻ പറ്റുന്നതിന്റെ മുന്നേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പം ശരിക്കും ഒരു ഓൺടർപ്രണർ ആണ്, അതുപോലെ ഒരു പ്രൊഡ്യൂസറാണ്, ഫണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പം. പക്ഷെ എന്നാലും ഞാനൊരു ഡ്രീമിൻ്റെ പുറകെ ഇപ്പോഴും ഞാൻ ഡ്രീമിന് വേണ്ടി ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്താണ് ആൻസർ പറയുക? അത് രണ്ട് കാര്യത്തിലും, അതായത് ഇപ്പം ഫിലിംസ് എന്നുള്ള ഇതിലാണെങ്കിലും എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രീം ഉണ്ട്. അതേപോലെ തന്നെ എഡ്യൂക്കേഷനിലാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രീം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് എമൗണ്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഭയങ്കര റിച്ച് ആവുക, അതല്ല എൻ്റെ ഒരു ലക്ഷ്യം. ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യണം. ആ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സാധാരണ ും അതായത് കോമൺ ആയിട്ട് സിനിമ കാണുന്ന ആൾക്കാർ, ഇപ്പോൾ ഓഡിയൻസും അതേപോലെ സിനിമയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യണം എന്നാണ് സിനിമയുടെ ഇതിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം അത് ടാലൻസിന്റെ സൈഡിലാണെങ്കിലും ശരി, ആക്ടേഴ്സിന്റെ സൈഡിലാണെങ്കിലും ശരി, സ്ക്രിപ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള സ്റ്റോറീസിന്റെ ഫ്രഷ് സ്റ്റോറീസിന്റെ കാര്യങ്ങളിലാണെങ്കിലും ശരി, അതുപോലെ തന്നെ മൂവി ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും